ഹലോ നമസ്കാരം. എല്ലാവർക്കും ഡിസ്കസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി യൂസ് ചെയ്യണ ഫ്രോസൺ ആർട്ടിമിയ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിമിയ ബയോമാസ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിമിയാണ്. സാധാരണ ആർട്ടിമിയനേക്കാളും ഹൈ ക്വാളിറ്റി ആർട്ടിമിയാണത്. അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മൾ ബ്രീഡിംഗ് പർപ്പസിന് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു ആർട്ടിമിയയും കൂടിയാണത്. ഇത് നമ്മളിതുപോലെ പാക്കറ്റ്സ് ഫ്രീസറിൽ കീപ്പ് ചെയ്തേക്കണ 1/2 കിലോൻ്റെ പാക്കറ്റുകളാണത്. ഇത് നമ്മൾ പാക്കറ്റ് ഒരെണ്ണം എടുത്തിട്ട് നമ്മളത് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നു. തണുപ്പ് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ തണുപ്പ് കംപ്ലീറ്റ് പോയതിന് ശേഷം ഈ പാക്കറ്റ് വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോകുന്നതായിരിക്കും. ആദ്യം ഇത് പൊന്തി കിടക്കായിരിക്കും. പിന്നെ അതിന് ശേഷം ഇത് താഴ്ന്ന വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. അതിനുശേഷം നമ്മളൊരു നെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് എടുക്കുന്നു. നമ്മളെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ശരിക്കും ഇതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് ശരിക്കും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മളൊരു ബേസിൻ എടുത്തിട്ട് ആ ബേസിനിലേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാനേറ്റ് വളരെ ലൈറ്റായിട്ട് മാത്രം പൊട്ടാസ്യം പെർമാനേറ്റ് ആഡ് ചെയ്യുന്നു. അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമുക്കത് ഒരു ബേസിക്സ് ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇത് നല്ല ഡോസിൽ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ഇത് നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്താൽ കുറച്ച് നന്നായിരിക്കും. നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യണേ. അതിനുശേഷം ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ ആ ബേസിനിലേക്ക് ഫ്രോസൺ ആർട്ടിമിയ ഇടുന്നു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. കാരണം ആർട്ടിമിയ എത്ര ക്വാളിറ്റിയുള്ള ആർട്ടിമിയ ആണെങ്കിലും ക്ലീൻ ആണെങ്കിലും നമുക്ക് അതിനകത്ത് കുറച്ച് ഇതുപോലുള്ള പതകളും പിന്നെ കുറച്ച് അഴുക്കെന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളമാണ്. അല്ലാണ്ട് നമുക്ക് മറ്റ് നോർമൽ ലോക്കൽ ആർട്ടിമിയ പോലെ ഉള്ള അഴുക്കുകളും വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഫൈൻ ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റി ആർട്ടിമിയാണ്. എങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരു ബ്രൗൺ കളറിലുള്ള വെള്ളമുണ്ട്. അത് നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് കളയണം. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കി അറിയാൻ പറ്റും നല്ല പതയും കാര്യങ്ങളും ഉണ്ട്. ആ ബ്രൗൺ കളർ വെള്ളമുണ്ട്. ഇങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു 2 നെറ്റാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. ഏറ്റവും മുകളിൽ ഉള്ള നെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ബേസിക് ഫിൽട്രേഷന് വേണ്ടി മാത്രം എടുക്കുന്ന നെറ്റാണ്. അത് ചെറിയ പാർട്ടിക്കിൾസിനെ മാത്രം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. എന്താ പറയുക, അത് ഫിൽട്രേഷൻ നടക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു ഫൈനായിട്ടുള്ള നെറ്റും കൂടി ഉപയോഗിക്കും. അതൊരു ഫൈൻ ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് യൂസ് ചെയ്യണത്. രണ്ട് ടൈപ്പാണത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മളൊരു ബേസിക് ഫിൽട്രേഷൻ്റെ ആ നെറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ ഫൈൻ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള നെറ്റ് ഏറ്റവും അടിയിൽ യൂസ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മളിതൊരു ബക്കറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതിനകത്ത് ഒഴിക്കുന്നതാണ് അടുത്ത സ്റ്റേജ്. നമ്മൾ ഒരു ബക്കറ്റ് ഇതുപോലെ എടുത്തിട്ട് ആ ബക്കറ്റിൻ്റെ മുകളിലാണ് ഈ നെറ്റ് വെക്കണത്. അങ്ങനെ നമ്മൾ ഈ 2 നെറ്റും കൂടി അതിൻ്റെ ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ബേസിനിൽ നിന്ന് ആർട്ടിമിയ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് നേരം കഴുകിയതിന് ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഫീഡ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമ്മളത് ഇതുപോലെ നെറ്റിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ആദ്യം ഇപ്പോൾ ആ ആർട്ടിമിയ മാത്രം മുകളിൽ വന്നിട്ട് അതിൻ്റെ വെള്ളം ഏറ്റവും അടിയിലേക്കൂടെ താഴത്തേക്ക് പോവുകയാണ്, ആ ബക്കറ്റിലേക്ക് വീഴുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊരു ക്ലീൻ സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മളത് ഫീഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ നിറം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ടൈപ്പ് വെള്ളമാണ്. ഇതൊന്നും നമ്മുടെ അക്വേറിയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് വീണ്ടും ആ വെള്ളത്തിനെ, ടാങ്ക് വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കാനേ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഒരുപാട് ഫോഴ്സുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയും ഭയങ്കര ഫോഴ്സിൽ, അതായത് ഭയങ്കര ഫോഴ്സിൽ ഒഴിക്കുക ചെയ്താൽ ഈ ആർട്ടിമിയ ബ്രോക്കൺ ആയി പോകും. അതുപോലെ അതെല്ലാം ഭയങ്കരമായിട്ട് അത് വളരെ നമുക്കത് ഭയങ്കര പൊടി പോലെ ആയി പോകും. അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് നമുക്കതിൻ്റെ കളറ് ഏറ്റവും നമുക്ക് താഴത്ത് നോക്കി അറിയാം. അതിൻ്റെ കളറ് മാറി, ആ ബ്രൗൺ കളറ് മാറി ഏകദേശം ഒരു ലൈറ്റ് കളറാവുന്ന രീതിയിൽ വരെയും അത് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ മുകളിലുണ്ടാകുന്ന നെറ്റിലുള്ള എല്ലാ ആർട്ടിമിയയും കൂടി ആ ഫൈൻ നെറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം
ഫൈനായിട്ട് വരുന്ന ആർട്ടിമിയ നമുക്ക് ഏകദേശം നോക്കിയാൽ ഒരുവിധം ക്ലീനായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് അതുപോലെ ആ വാട്ടറിൻ്റെ ക്വാളിറ്റിയും പിന്നെ ആർട്ടിമിയയുടെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നല്ല ഒരു നേരത്തെ പോലെ അല്ല, ഒരുവിധം ക്ലീനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റേജിലാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ പറ്റും. ഇതുപോലെ ഒരു ഏകദേശം ഒരു വൈറ്റ് കളറും പിന്നെ അതിൻ്റെ താഴത്തെ വെള്ളത്തിൻ്റെ കളർ ഒരു നോർമൽ വാട്ടറിൻ്റെ കളറിലേക്ക് വരും. കംപ്ലീറ്റ് അങ്ങനെ തന്നെ വേണമെന്നില്ല, ഒരു മാക്സിമം ക്ലീൻ ആവുന്ന ഒരു പോർഷനിൽ മതി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുവിധം അത് ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാം, ഇതുപോലെ ഫിഷിന് നമുക്ക് ഇതുപോലെ കൊടുക്കാം. നമ്മൾ ഇതുപോലെ നമ്മുടെ ഡിസ്കസ് ഫിഷുകൾക്കാണ് നമ്മളിത് മെയിനായിട്ട് നമ്മളിത് കൊടുക്കണേ, നമ്മുടെ ഫാമിലുള്ള ഫിഷുകൾക്കും. പിന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് ഇതുപോലുള്ള ഒരു ട്രേയിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മളത് ഫ്രീസ് ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന പോർഷൻ നമ്മളിതുപോലെ ഒരു ട്രേയിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സ്പൂൺ പോലൊരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ അത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഓരോ ക്യൂബായിട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ഒരു ഫോമിലാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ ബാലൻസ് വരുന്നതാണ് നമ്മളിങ്ങനെ ചെയ്യണത്, എല്ലാവരും നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്ലീൻഡ് ആകുമ്പോൾ ഇനി വീണ്ടും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫ്രോസൺ ഒരു 24 hours കഴിഞ്ഞാൽ ശരിക്കും ഫ്രോസൺ ആവും. എന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഓരോ ക്യൂബ് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടാങ്കിലേക്ക് അല്ലെങ്കിൽ അക്വേറിയത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഓവർ ഫീഡ് ചെയ്യാണ്ടിരിക്കുക എപ്പോഴും. നമ്മൾ ഇതുപോലുള്ള ഫ്രോസൺ ഫീഡ്സ് എപ്പോഴും നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യുക. ഇത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതെപ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പാരസൈറ്റ്സ് വരാനും പിന്നെ നമ്മൾ ആ ഫീഡ് ഫിഷിന് കൊടുത്താൽ ഫിഷിന് ഇൻറ്റേർണൽ പാരസൈറ്റ്സ് വന്നിട്ട് പല പ്രോബ്ലംസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്